സുഹൃത്തുക്കളെ, എനിക്ക് എൻ്റെ മാതൃഭാഷ തെലുങ്കാണ്. ಇದನ್ನ ಇಂಗ್ಲೀಷ್లో ಸಂಸಾರಿಕರೆ ಕಾಮ್ರೇಡ್ ಪರಿಭಾಷೆಗಳು. Okay? That needs no translation. So I'm very happy to come to Chalakudi because in 2014, I started my election campaign that year for the parliament elections from Chalakudi with Comrade Innocent as our candidate. And he was elected by all of you. And today I was remembering him with this very intense heat, which I have not seen in Kerala in all my life so far. That how Modi is damaging our environment, leading to these climate change effects. Innocent would have surely cracked a joke about it and put it in a very humorous manner, which is what he was very famous for. But we miss him here. But anyway, I'm very happy to be with all of you in Chalaguri and to make an appeal to you that these elections are not normal elections. These elections have a very important issue at stake, and that is whether the secular democratic character of the Indian Republic will survive and will strengthen. That is why defeating the BJP today and giving a strong representation of the left in the parliament is of absolute importance for saving India as we know of it, our constitution and democracy. And that is my first appeal to all of you. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതിൽ തീർച്ചയായും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നാണ് കേരളത്തിലെ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പ് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ ആരംഭിച്ചത്. അത് ബഹുമാന്യനായ ശ്രീ ഇന്നസെന്റിനെ വിജയിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനമായിരുന്നു. ചാലക്കുടിയിൽ നിന്ന് തുടങ്ങിയ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഇന്നസെന്റ് മിന്നുന്ന വിജയം നേടി എന്ന കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനിവിടെ വരുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണെങ്കിലും ഇപ്പോഴത്തെ കാലാവസ്ഥ സഹിക്കാനാവാത്ത ചൂടിലേക്ക് കേരളം മാറിയിരിക്കുന്നു. ആ ചൂടും കാലാവസ്ഥാ വ്യതിയാനവും യഥാർത്ഥത്തിൽ നമുക്ക് സംഭാവന ചെയ്യുന്നത് നരേന്ദ്രമോദിയുടെ തെറ്റായ നയങ്ങൾ മൂലമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഘട്ടം കൂടിയാണ്. കാലാവസ്ഥയെയും പ്രകൃതിയെയും പോലും മോദി വെറുതെ വിട്ടിട്ടില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഓർക്കുന്നത്, ഇന്നും രാവിലെ ഞാൻ ശ്രീ ഇന്നസെന്റിനെ ഓർക്കുകയുണ്ടായിരുന്നു. ഇന്നസെന്റ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ചും നല്ല വിമർശനാത്മകമായ ഒരു തമാശ അദ്ദേഹം പൊട്ടിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇവിടെ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരു സാധാരണ തെരഞ്ഞെടുപ്പല്ല. ഈ തെരഞ്ഞെടുപ്പിന് ഒട്ടേറെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ ഭരണ സംവിധാനം ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും നിലനിൽക്കുമോ എന്ന പ്രസക്തമായ ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയരുന്നത്. ആ മതനിരപേക്ഷ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുമോ, അത് ശക്തിപ്പെടുമോ എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ എനിക്ക് പറയാനുള്ളത്, ഇടതുപക്ഷത്തു നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ കൂടുതൽ പേർ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് വന്നാൽ തീർച്ചയായും അത് നമ്മുടെ മതനിരപേക്ഷ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. അത് അതിൻ്റെ നിലനിൽപ്പിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന, ഇടതുപക്ഷത്തെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശക്തിപ്പെടുത്താൻ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. The reason why I say this is during the last 10 years, the Modi government has systematically destroyed the 4 foundational pillars of our constitution. That is secular democracy, economic sovereignty, federalism, and social justice. Along with the destruction of these foundational pillars, all the independent institutions established by the Constitution of India, beginning from the Parliament, the judiciary, the election commission, and the investigating agencies like the ED and the CBI, which are being used as the tools of the ruling party for its political agenda to be advanced. This way, the entire institutional structure is being destroyed. So what is being done is to destroy the constitution and the institutional structure so that we can change or
BJP RSS can change this secular democratic India into their version of a rabidly intolerant, authoritarian, fascistic Hindutva Rashtra. That will be the end of democracy, the end of our constitution in India. That has to be prevented and that has to be defeated. ഇക്കഴിഞ്ഞ 10 കൊല്ലക്കാലം വളരെ ആസൂത്രിതമായി നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ളത് ഇന്ത്യ പൊരുതി നേടിയ ഇന്ത്യയുടെ ഭരണഘടനയെ പതുക്കെ പതുക്കെ തകർക്കുന്ന സമീപനത്തിലേക്ക് BJP മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ 4 തൂണുകളുണ്ട്. അതിലൊന്ന് ഞാൻ സംസാരിച്ചു തുടങ്ങിയ നമ്മുടെ ജനാധിപത്യ മതനിരപേക്ഷ സംവിധാനമായ ഇന്ത്യയുടെ മതനിരപേക്ഷ ജനാധിപത്യ സംവിധാനമാണ്. 2 നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തികമായ സ്വാതന്ത്ര്യമാണ്. 3ാമത് ഫെഡറലിസമാണ്. 4ാമത്തേത് സാമൂഹിക നീതിയാണ്. ഈ 4 അടിസ്ഥാന ഘടകങ്ങളെയും BJPയും RSSും ചേർന്ന് തകർക്കുകയാണ്. മറ്റൊന്ന് ഈ ഭരണഘടനയുടെ തന്നെ സ്ഥാപനങ്ങളാണ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ. പാർലമെന്റ് തന്നെ അങ്ങനെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. പാർലമെന്റ് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് പലപ്പോഴും നമ്മുടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന EDയും അതുപോലെ CBI ഉൾപ്പെടെയുള്ള നേരത്തെ സ്വതന്ത്രമായിരുന്ന ഏജൻസികൾ. ആ സ്വതന്ത്ര ഏജൻസികളെ, അന്വേഷണ ഏജൻസികളെ അവരുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ BJPയും RSSും ശ്രമിക്കുകയാണ്. അങ്ങനെ വന്നാൽ, അതിലവർ ജയിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ജനാധിപത്യ മതനിരപേക്ഷത ഇന്ത്യയുടെ അവസാനവും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവസാനവും ഭരണഘടനയുടെ സമ്പൂർണമായ തകർച്ചയുമാണ് സംഭവിക്കാൻ പോകുന്നത്. ആ സ്ഥാനത്ത് RSS മുന്നോട്ട് വെക്കുന്ന മറ്റൊരു രാജ്യസങ്കല്പത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് BJPയുടെ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിൽ അസഹിഷ്ണുതയുണ്ട്, അതിൽ ഏകാധിപത്യമുണ്ട്, അതിൽ എല്ലാ ഇത്തരം ഏജൻസികളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷത്തുള്ള എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളെയും തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമമുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയുടെ ഇന്നത്തെ ഭരണഘടനയുടെ സ്ഥാനത്ത് ഒരു ഫാസിസ്റ്റ് ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനാണ് RSSന്റെ നിയന്ത്രണത്തിലുള്ള BJP ഗവൺമെന്റ് കഴിഞ്ഞ 10 കൊല്ലക്കാലം ശ്രമിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭരണഘടനയുടെ അന്ത്യം കുറിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ പരാജയപ്പെടുത്താൻ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒറ്റക്കെട്ടായി തീരുമാനിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. Now, instead of taking on this fight very frontally, I am very shocked to see the UDF leadership and the Congress leadership in Kerala targeting the LDF and personally targeting the Chief Minister Pinarayi Vijayan. This is very, very shocking, because what is the objective? Why did all of us, all the parties, secular parties, come together in the India bloc to save India today, to defeat Narendra Modi today? But to come and say that why is the Chief Minister of Kerala not being arrested when Delhi and Chhattisgarh are arrested and Jharkhand are being arrested, that I think is very, very unfortunate and very shocking and condemnable. We do not wish anybody to be arrested, any opposition leader to be arrested by the weaponization of the ED and the CBI or the IT. The point at issue is, if the issue is that the charge that you are not opposing the BJP and Mr. Narendra Modi, which the UDF leaders are now saying, what is the record? Let us examine the record and see who is opposing and who is not opposing. ഇവിടെ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ UDF നേതൃത്വം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ, എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് വ്യക്തിപരമായി ശ്രീ പിണറായി വിജയനെയും LDF ഗവൺമെന്റിനെയും ആക്രമിച്ചുകൊണ്ട് അവർ നമ്മുടെ ഈ സംസ്ഥാനത്ത് കേരളത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം UDF കേന്ദ്രങ്ങൾ ആവർത്തിച്ചു ചോദിക്കുകയാണ്. അവർ പറയുന്നത് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, പിന്നെ എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം UDF ഉന്നയിക്കുന്നത് നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്. എന്തിനാണ് ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം ഡൽഹിയിൽ നാം രൂപീകരിച്ചത്? അത് BJPയെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയാണ്. ഞങ്ങളുടെ അഭിപ്രായം പറയാം, പിണറായി വിജയൻ എന്നല്ല,
പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെയും നേതാക്കന്മാരെ ED ഉപയോഗിച്ച് CBI ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇന്റലിജൻസ് ബ്യൂറോയിനെ തന്നെ ഉപയോഗപ്പെടുത്തി അവരെ വ്യക്തിപരമായി രാഷ്ട്രീയമായി ഇല്ലാതാക്കുന്ന സമീപനങ്ങൾക്ക് CPIM-ഉം ഇടതുപക്ഷവും എതിരാണ് എന്ന അസന്നിഗ്ധമായി ഞങ്ങൾ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് UDF-ഉം കോൺഗ്രസും ആ സമീപനം സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു സമീപനമാണ്, നിർഭാഗ്യകരമായ ഒരു സമീപനമാണ്. നമ്മളതിനെ തള്ളിക്കളയുക തന്നെ ചെയ്യും. കേരളത്തിലെ ജനങ്ങളും അത് തള്ളിക്കളയണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. സ്വാഭാവികമായും ആരാണ് BJP എതിർക്കുന്നത് എന്നതാണ് നിങ്ങളുടെ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവെങ്കിൽ, നിങ്ങൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾ വളരെ ധൈര്യമായി പറയുകയാണ്, BJP-യെയും RSS-നെയും ഈ രാജ്യത്ത് നേരിടുന്നതിൽ ആരാണ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് എന്ന ചോദ്യം ഏറ്റെടുക്കാൻ ഇടതുപക്ഷം തയ്യാറാണ് എന്ന് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. That is why, let's look at the record, because asking for the arrest of opposition chief ministers. Today, Tamil Nadu is voting in this general election in the first phase. The same logic, if it applies, the UDF leaders must ask for the arrest of the Tamil Nadu chief minister, of all the opposition parties-led chief ministers who are all partners in the India bloc. Now, what is the aim of the UDF in Kerala is something that you will have to expose. Let us see the record. Let's take the first instance after 2019, when Narendra Modi came back as the Prime Minister. The first act that was done was the Citizenship Amendment Act. And which party was the first party to actually oppose it both in the parliament and outside, and actually conduct protest actions and were arrested for it, including myself? We were arrested. The first batch of National Party leaders who were arrested was the CPIM. Where was the Congress Party in this protest? Where were they when they were against the CAA in all these protest actions all through? So why are you making these baseless charges against us? ഇന്ന് തമിഴ്നാട് അതിൻ്റെ ആദ്യഘട്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇവിടെ ഉന്നയിക്കുന്ന അതേ ആരോപണങ്ങളുടെയും അതേ ആവശ്യങ്ങളുടെയും പശ്ചാത്തലത്തിലാണെങ്കിൽ സ്വാഭാവികമായും BJP എതിർക്കുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് ഇനി പറയുമോ? ഇതാണ് പ്രസക്തമായ ചോദ്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് മടങ്ങി വരികയാണ്. ആരാണ് BJP എതിർക്കുന്നത് എന്ന ചോദ്യം ചോദിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നമുക്ക് പ്രശ്നങ്ങളിലേക്ക് കിടക്കാം, വസ്തുതകളിലേക്ക് കിടക്കാം. 2019 നരേന്ദ്രമോദി രണ്ടാം വട്ടവും പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വന്നതിന് ശേഷം BJP ഗവൺമെന്റിന്റെ ഏറ്റവും ആദ്യത്തെ എതിർക്കേണ്ട ഒരു നിലപാടായിരുന്നു സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്, പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ ആരാണ്, ഏത് പാർട്ടിയാണ് അതിനെ ആദ്യമായി എതിർത്തത്? പാർലമെന്റിനകത്ത് എതിർക്കൽ മാത്രമല്ല, പാർലമെന്റിന് പുറത്ത് നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ മുന്നിലും ആരായിരുന്നു? ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ആദ്യമായി പാർലമെന്റിനകത്ത് പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയും പാർലമെന്റിന് പുറത്ത് വമ്പിച്ച പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ആ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഞങ്ങളിൽ പല ആളുകളും ജയിലിൽ പോവുകയും വ്യക്തിപരമായി CPIM ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അന്ന് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് വ്യക്തിപരമായി ഞാൻ എന്ന അഭിമാനത്തോടു കൂടി പറയുന്നു. കോൺഗ്രസ് ആ സന്ദർഭത്തിൽ എവിടെയായിരുന്നു? കോൺഗ്രസ് നിശബ്ദമായിരുന്നില്ലേ? പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസ് നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് വസ്തുതകളെ വിലയിരുത്തിക്കൊണ്ട് പറയാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാകണം. And now take the next issue that the Modi government and Mr. Amit Shah did, that is the abrogation of Article 370, the dissolution of the state of Jammu and Kashmir, the only Muslim majority state in India, that they targeted as a part of their communal agenda, and they dissolved that state and made it into two union territories. Which was the party that first opposed this Article 370's abrogation and went to the Supreme Court and challenged its constitutionality? It was the CPIM. Which was the party that first challenged the embargo put on people not entering Srinagar or Jammu and Kashmir? It was the CPIM. And finally we succeeded in the Supreme Court, and the Supreme Court permitted me to enter Srinagar, meet all the detained leaders, including my leader, party leader there, CPM leader, Yusuf Tarigami,
and bring him to Delhi. Who breached the Article 370 provisions? Where was the Congress then? The Congress leader then, who was leader of the opposition in the Rajya Sabha, has left the Congress and is now cooperating with the BJP. That is the character of the Congress leaders. And they turn back and say that we are not attacking Modi. In the forefront of attack against Modi and Modi's policies, we don't attack individuals. We don't attack persons. We attack their policies. We attack their programs. And in attacking their policies and programs, it was the CPIM that was in the forefront and continues to be in the forefront in the struggle for the upholding the interests of J&K and the people of Jammu and Kashmir, and in the struggle against the way in which that state was dissolved. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട BJP ഗവൺമെന്റിന്റെ ഒരു നടപടിയായിരുന്നു ഭരണഘടനയുടെ 370 അനുച്ഛേദം. അതിന് പകരം ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനം തന്നെ ഇല്ലാതായി ആ സംസ്ഥാനത്തെ മൂന്നായി വേർതിരിച്ചു, വിഭജിച്ചു. ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് പാർലമെന്റിനകത്തും പുറത്തും ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചത്? അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തു. ഞങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും പ്രക്ഷോഭം നടത്തുക മാത്രമല്ല ആ കാര്യത്തിൽ ചെയ്തത്, ഞങ്ങൾ കോടതിയുടെ സംവിധാനങ്ങളെയും ഉപയോഗിച്ചു. നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആദ്യമായി ജമ്മു കാശ്മീരിലെ നേതാക്കന്മാരെ ശ്രീനഗറിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ട, വീടുകളിൽ തടവിലാക്കപ്പെട്ട, വീട്ടുതടങ്കലിലാക്കപ്പെട്ട നേതാക്കന്മാരെ മോചിപ്പിച്ച് അവരെ ശ്രീനഗറിലേക്ക് ആരും കടന്നു വരാൻ പാടില്ല പുറത്തുനിന്ന് എന്ന് പറഞ്ഞപ്പോൾ ആ ശ്രീനഗറിലേക്ക് നിയമ സംവിധാനങ്ങളുടെ പിന്തുണയോടെ നിയമപരമായ പോരാട്ടം നടത്തി ആദ്യമായി ശ്രീനഗറിൽ പോയി അവിടെ കാലുകുത്തി ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരെ, പ്രത്യേകിച്ച് CPIM-ന്റെ എൻ്റെ സഹപ്രവർത്തകനായ സഖാവ് മുഹമ്മദ് യൂസഫ് താരിഗാമിയെ ശ്രീനഗറിൽ സന്ദർശിച്ച രാഷ്ട്രീയ നേതാവ് ഞാനായിരുന്നു. അത് ഞങ്ങൾ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ആ സന്ദർഭത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു? കോൺഗ്രസ് നിശബ്ദമായിരുന്നില്ലേ? കോൺഗ്രസിന് വേണ്ടി അന്ന് പാർലമെന്റിൽ രാജ്യസഭയിൽ സംസാരിച്ചിരുന്ന കോൺഗ്രസിന്റെ നേതാവ് ഇപ്പൊ എവിടെയാണ്? കോൺഗ്രസിലുണ്ടോ? കോൺഗ്രസിലാണോ അദ്ദേഹം പ്രവർത്തിക്കുന്നത്? BJPക്ക് അനുകൂലമായിട്ടാണോ ചില സമയത്ത് അദ്ദേഹം സംസാരിക്കുന്നത്? ഇതാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവരെ വിശ്വസിക്കരുത് എന്ന് ഞങ്ങൾ പറയുന്നത്. അവർ ചാഞ്ചല്യം കാണിക്കുന്നത് അതുകൊണ്ടാണ്. പകരം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ വ്യക്തിപരമായി ഞങ്ങളുടെ നേതാക്കന്മാരെ അധിക്ഷേപിക്കുകയാണ്. നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ നരേന്ദ്രമോദിയെ ഞങ്ങൾ ആക്രമിക്കുന്നില്ല എന്നാണ്. ഞങ്ങൾ നരേന്ദ്രമോദിയല്ല, നിങ്ങളെയും വ്യക്തിപരമായി ആക്രമിക്കുന്ന രാഷ്ട്രീയ സംസ്കാരമുള്ളവരല്ല. ഞങ്ങളൊരു വ്യക്തിയല്ല ആക്രമിക്കുന്നത്, ഞങ്ങൾ നയങ്ങളെയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടികളെയാണ്, BJPയുടെ നയത്തെ, RSSന്റെ നയത്തെ, അതിന്റെ പരിപാടിയെ ആക്രമിക്കുന്നതിൽ കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളാണ് ഏറ്റവും ശക്തമായി ആക്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ജമ്മു കാശ്മീരിലെ കാര്യം നിങ്ങളോട് സൂചിപ്പിച്ചത്. അതുകൊണ്ട് ആ നയം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. RSSനെതിരായിട്ടുള്ള പോരാട്ടം, BJPക്കെതിരായിട്ടുള്ള BJP ഗവൺമെന്റിന്റെ തെറ്റായ സമീപനങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം CPIM-ഉം ഇടതുപക്ഷ പാർട്ടികളും തുടർന്നുകൊണ്ടേയിരിക്കും. Or take the issue of the Bilkis Banu's gang rape rapists. They were pardoned by the Gujarat court with the agreement of the Union Home Ministry. And which was the political party that went to the court opposing this and saying that they should be brought back to jail and they must be given punishment which of the strictest nature? Finally, in the court, it was the CPIM whose petition was heard by the Supreme Court, that release was reversed, and now the gang rapists are all back in jail again on Bilkis Banu case. Where was the Congress during this entire struggle? And that is why we should ask them that when the Muslims were attacked in a communal violence in northeast Delhi, or when the Christians were attacked by the RSS who was trying to seek to convert the Christian tribals in Chhattisgarh, to convert them into Hinduism, and a big anti-tribal, which was actually anti-Christian attack was mounted in the state of Chhattisgarh. It was the Congress government in the state, and it was the CPIM that led the entire people struggle there to force the Congress government to act
Otherwise, they were just allowing these attacks to take place. That is why we must realize that the RSS is very clear. It says that its enemies, internal enemies in India, who are preventing it from creating or converting secular democratic India into a Hindu Rashtra or a Hindutva Rashtra, into a Hindutva Rashtra, are the Muslims, the Christians, and the communists. These are the three internal enemies identified by the RSS. It's not the Congress. You crash the Congress, half the Congress will join the BJP like they are joining today. Everybody of the Congress who was a leader at one point of time, union minister, leaders of the opposition, they're all today with the BJP. Does the Congress even have a list of those people who left the Congress party and joined the BJP? Majority of the candidates being fielded by the BJP in these elections are former Congress leaders. So that is their character. So who is fighting RSS and the Modi government? Be very clear. It is the communists who are in the forefront. We will remain in the forefront because we are patriotic and we want to save the secular democratic character of India, its constitution and democracy. For that, yes, you say that. നോക്കൂ, ബിൽക്കിസ് ബാനുവിന്റെ കൂട്ടബലാത്സംഗ കേസുണ്ടായി. ആ കൂട്ടബലാത്സംഗ കേസിൽ വിചാരണ നടത്തി ജയിലിലാക്കിയ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ച ആളുകളെ ആഭ്യന്തര വകുപ്പ് വെറുതെ വിട്ടു. ആ സന്ദർഭത്തിൽ ആരാണ് ഇടപെട്ടത്? സുപ്രീം കോടതിയിൽ കേസിന് പോയത് ആരാണ്? രാജ്യത്ത് അതിനെതിരായി വിമർശനം ഉന്നയിച്ചത് ഏത് പാർട്ടികളാണ്? ആരാണ് സുപ്രീം കോടതി? ഞങ്ങളാണ് സുപ്രീം കോടതിയിൽ പോയത്. സുപ്രീം കോടതി അവസാനം ആ കേസ് കേട്ടു. ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, ബിൽക്കിസ് ബാനു എന്ന പാവപ്പെട്ട ഒരു സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്ത് ജയിലിലടക്കപ്പെട്ട് BJPയുടെ ഗവൺമെന്റ് വെറുതെ വിട്ട മുഴുവൻ പ്രതികളെയും തിരിച്ച് ജയിലിലേക്ക് വിടാൻ ഞങ്ങളുടെ സമീപനം, ഞങ്ങളുടെ പോരാട്ടം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത. ഇത് അവിടെ മാത്രമല്ല, എല്ലാ സന്ദർഭത്തിലും രാജ്യത്ത് ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. മുസ്ലിങ്ങൾ എവിടെയെല്ലാം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോൾ ഞങ്ങളാണ് മുന്നിൽ നിന്നിട്ടുള്ളത്. നിങ്ങൾ ഏത് സംസ്ഥാനം വേണമെങ്കിലും പരിശോധിക്കാം. ഏറ്റവും അവസാനമായി മണിപ്പൂരിലുള്ള കാര്യങ്ങളും നമുക്കറിയാം. അവിടെയുള്ള ആളുകളെ രണ്ടാമത് വീണ്ടും ഹിന്ദുക്കളായി അവരെ വീണ്ടും മതപരിവർത്തനം നടത്താനുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞ് RSS ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും ആക്രമിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ രാജ്യത്തിന്റെ ഏത് ഭാഗത്തും എത്ര ചെറുതാണെങ്കിലും ഏറ്റവും ക്രിയാത്മകമായും ഏറ്റവും ധൈര്യപൂർവ്വവും നിലപാട് സ്വീകരിക്കുന്ന പാർട്ടികൾ ഇടതുപക്ഷ പാർട്ടികളാണ് എന്ന് നിങ്ങൾക്ക് ഈ സംഭവങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. RSS കോൺഗ്രസിന്റെ പോലെയല്ല. RSSന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. RSSന് അറിയാം ആരെയാണ് ഏതെങ്കിലും തരത്തിൽ പ്രലോഭിപ്പിക്കാൻ പറ്റുന്നത് എന്ന്. അതുകൊണ്ടാണ് കോൺഗ്രസിനെ പതുക്കെ ഒന്ന് ചൊറിഞ്ഞാൽ മതി, കോൺഗ്രസിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും BJP ആകും. അതാണ് നമ്മുടെ രാജ്യം കാണുന്നത്. കോൺഗ്രസിന്റെ കൈവശം ഞാൻ ചോദിക്കുകയാണ്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നേതാക്കന്മാരായി BJPയിലേക്ക് പോയ ആളുകളുടെ ഒരു ലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ കൈവശമുണ്ടോ എന്ന് ഞാൻ വളരെ വിനയപൂർവ്വം ചോദിക്കുകയാണ്. ഭൂരിപക്ഷം ആളുകളും കോൺഗ്രസ് വിട്ട് BJPയിൽ പോയി. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു എന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം. അതാണ് ഞാൻ പറഞ്ഞത്. RSSന് വളരെ വ്യക്തമായ കാഴ്ചപ്പാട് ഇന്ത്യയെ കുറിച്ചുണ്ട്. എന്താണ് ആ കാഴ്ചപ്പാട്? ഞാൻ നേരത്തെ സംസാരിച്ച ജനാധിപത്യ മതനിരപേക്ഷ രാജ്യത്തെ അതിന്റെ ഭരണഘടനാ മൂല്യങ്ങളെ എല്ലാം തകർത്തെറിഞ്ഞ് പകരം ഒരു ഹിന്ദു രാഷ്ട്രം അല്ല, ഒരു ഹിന്ദുത്വ രാഷ്ട്രം തന്നെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ അതിൽ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആ എതിരാളികളെ മുഴുവനും അവർ വ്യക്തമായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളാണ് എന്ന് അവർ എഴുതിയിട്ടുണ്ട്. അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ആളുകൾ മുസ്ലിങ്ങളാണ്, രണ്ടാമത്തെ ആളുകൾ രണ്ടാമത്തെ ആളുകൾ ക്രൈസ്തവരാണ്, മൂന്നാമത്തെ ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് RSS കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെയും കോൺഗ്രസ്സുകാരെയും ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളായി കണ്ടില്ല എന്നുള്ളതിൽ അതിന്റെ ഉത്തരമുണ്ട്. കാരണം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണ് എന്ന് വളരെ വ്യക്തമായി RSSന് അറിയാം എന്നുള്ള കാര്യമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. That is why
they must remember, the UDF leaders, that whenever democracy was under danger, when emergency was imposed by Mrs. Indira Gandhi, we were all arrested, protesting against it and fighting against it. The CM here was arrested and tortured under emergency when he was fighting and resisting emergency and fighting for the reversal and restoration of democracy. We fought that battle and restored democracy in our country. Now when secularism is in danger, likewise we'll unite with everybody who is prepared to uphold, safeguard secularism and the secular democratic character of India. And we have no hesitation in doing that. That is why what you require is a stronger left. A stronger left. Whoever be the alternative secular government that should emerge after these elections, it is the stronger left that can stop these other parties from vacillating and deviating. It is the left that will keep them on the track to safeguard the secular democratic character of India. And that is why electing the left and electing our professor from here, is he here? Professor? No, it's not here. Electing our professor from here, it is important, not because of any individual being elected, important for the sake of saving our country in order to change it for the better tomorrow. And that is my appeal to all of you. Recognize who are the actual defenders, steadfast fighters, and whose party is capable of making sacrifices in order to achieve this objective. ഞങ്ങളാണ് യഥാർത്ഥ രാജ്യസ്നേഹികൾ, ഞങ്ങളാണ് ദേശസ്നേഹികൾ. അതുകൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും നിലയിലുള്ള അതിൻ്റെ അടിസ്ഥാനപരമായ അതിൻ്റെ സ്വഭാവത്തെ മാറ്റാൻ എപ്പോഴെല്ലാം ചരിത്രത്തിൽ ശ്രമം നടത്തിയിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇടതു പാർട്ടികൾ ആ പോരാട്ടത്തെ മുന്നിൽ നിന്നും നയിച്ചിട്ടുണ്ട്. നേരത്തെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് കോൺഗ്രസ് തന്നെ നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ കൊണ്ടുവന്നപ്പോൾ ആ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷം ആ അടിയന്തരാവസ്ഥയെ തകർത്തെറിയുന്നതിന് വേണ്ടി, ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടാൻ മുന്നോട്ട് വന്ന എല്ലാവരോടും യോജിക്കാൻ ഇടതുപക്ഷത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ദേശസ്നേഹികളാണ്, ഞങ്ങൾ ത്യാഗം സഹിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിൻ്റെ പ്രശ്നം ഉയർന്നു വരുമ്പോൾ ആ മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മടിയേതുമില്ലാതെ, ഏതെങ്കിലും തരത്തിലുള്ള രണ്ടാമതൊരു ചിന്തയില്ലാതെ ആരുമായും യോജിക്കാൻ ഇടതുപക്ഷം തയ്യാറാകുന്നതിൻ്റെ കാരണം ഞങ്ങൾക്കറിയാം, ഈ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത്, അതിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, രാജ്യസ്നേഹത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, ഒരു ശക്തമായ ഇടതുപക്ഷം ഉണ്ടാകണം, കൂടുതൽ ശക്തമായ ഒരു ഇടതുപക്ഷം പാർലമെന്റിൽ ഉണ്ടാകണം, രാജ്യത്തുണ്ടാകണം. കാരണം കൂടുതൽ ശക്തമായ ഇടതുപക്ഷം പാർലമെന്റിൽ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചില ജനാധിപത്യ പാർട്ടികൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയുലയുന്ന രാഷ്ട്രീയ പാർട്ടികളെ ശരിയായ നിലയിൽ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ നേരായി നിർത്താൻ ഒരു ഇടതുപക്ഷം നമ്മുടെ രാജ്യത്ത് ആവശ്യമാണ് എന്ന തിരിച്ചറിവാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ ഈ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിൽ നിന്നും ജയിപ്പിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നതിന്റെ കാരണം അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ ഇന്ത്യ, ഒരു കൂടുതൽ മെച്ചപ്പെട്ട ഇന്ത്യ ഉണ്ടാകുന്നതിന് വേണ്ടി സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്റെ ശക്തി പാർലമെന്റിൽ രാജ്യത്ത് ഉയർന്നു വരിക തന്നെ ചെയ്യണം എന്ന് ഞങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത്. അതിന്റെ ഭാഗമായി നമ്മുടെ ഈ രാജ്യത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് ത്യാഗം സഹിക്കാൻ തയ്യാറായത്, ജയിലിൽ കിടന്നത്, ഏറ്റവും വലിയ അവരുടെ പീഡനമുറകൾ നേരിട്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ തയ്യാറായി. അതുകൊണ്ട് ആരാണ് ത്യാഗം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകൾ, ആരാണ് ത്യാഗികൾ, ആരാണ് രാജ്യസ്നേഹികൾ, ആരാണ് ദേശസ്നേഹികൾ എന്ന് ചോദിക്കുമ്പോൾ കൂടുതൽ ശക്തമായ ഒരു ഇടതുപക്ഷം ഇന്ത്യയുടെ യഥാർത്ഥത്തിലുള്ള ഇന്ത്യയുടെ ഭരണഘടനയെ നിലനിർത്താൻ ആവശ്യമാണ് എന്നത് കണ്ടുകൊണ്ട് ആരാണ് യഥാർത്ഥ പോരാളികളെന്നും ആരാണ് നമ്മുടെ മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്നത് എന്നും തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥിന് വോട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. And you must also remember why this Modi government has to be defeated, not only for the dangers it's posing to secular democracy, to the constitution and the democratic rights and civil liberties of the people, but it is also the most corrupt government that has emerged in independent India, that is looting our country's resources. Today, everything in the country is up for sale. There is a new nexus that has emerged, which is the communal corporate nexus, and that is looting the wealth of India. Every single public sector is being privatized. Every single forest is being privatized for mining.
by denuding forests, creating this climate change problems that we are facing now. All the national wealth is actually been given to some certain crony capitalists, which are friends of our Prime Minister. And this today is leading to the situation that few individuals own all the major assets, infrastructure of our country. All the airports, all the seaports are with one of Prime Minister's closest friends. All our resources, oil resources, energy resources are there with the other friend. And in this way, they are looting the country, and the net result is what? The rich are becoming richer and the poor are becoming poorer. Today we have the highest unemployment ever in India since independence. Worst is our youth unemployment. 42% of our youth, educated youth, graduates, 42% of graduates in our country are unemployed today. The future of India is being destroyed by these Modi policies. And the net result, in the last year, 2023, all the wealth that was generated in India, the top 10% of our population, the rich people, they cornered 22% of that wealth. The bottom 50% saw their wealth decline by 13%. So rich wealth increases by 22%, the poor wealth decreases by 13%. That is the two Indias that are being created. And the net result is today, the household savings have reached the rock bottom. Never in independent India. Less than 5% of the GDP. The household borrowings have reached the highest level, more than 45% of the GDP. What does it mean? That families are borrowing in order to survive. They are borrowing in order to survive, and this cannot continue permanently. So the net result will be growing misery, growing poverty, growing hunger, along with growing unemployment and rising prices. So this is the package that Mr. Modi and this corporate communal alliance is giving us. So if this has to be defeated for the sake of ensuring a proper, decent livelihood and dignity to our people. That is why this government will have to go. Otherwise, the resources of our country will continue to be looted by a few people and a few mercenaries. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പൗരാവകാശങ്ങളെ തകർത്തെറിയുന്നതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ഒക്കെ നമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ അതേപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു പ്രശ്നം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മോദി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിന്റെ ഭരണത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് ഈ രാജ്യം സ്വാതന്ത്ര്യാനന്തരം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മോദിയുടെ BJP ഗവൺമെന്റ് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നോക്കും, നമ്മുടെ രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്തും സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കുകയാണ്. നമ്മുടെ കാടുകൾ കൊള്ളയടിക്കപ്പെടുകയാണ്. നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂടിന്റെ പോലും കാരണം അതാണ്. ഖനനം മുഴുവനും സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്നു. കാടുകളിൽ നടക്കുന്ന ഖനനം നമ്മുടെ കാടുകളെ തകർക്കുമ്പോൾ അത് നമ്മുടെ കാലാവസ്ഥയുടെ മേലെ വളരെ വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട് എന്ന കാര്യം നമ്മളിപ്പോൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഒരു വർഗീയ കോർപ്പറേറ്റ് അവിശുദ്ധ സഖ്യം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന പ്രത്യേകതയും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ എയർപോർട്ടുകൾ, വ്യോമഗതാഗത രംഗം എടുത്താൽ, അതുപോലെ തന്നെ നമ്മുടെ വിമാനത്താവളങ്ങളും അതുപോലെ തന്നെ നമ്മുടെ തുറമുഖങ്ങൾ എടുത്താൽ, ഇതെല്ലാം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് മോദിയുടെ സുഹൃത്തുക്കളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് പണക്കാരായിട്ടുള്ള ആളുകൾ കൂടുതൽ പണക്കാരാകുന്നു, സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നു എന്നാണ് കണക്കുകൾ പോലും കാണിക്കുന്നത്. നമ്മുടെ ജനസംഖ്യയിലാകെയുള്ള തൊഴിലില്ലായ്മ എടുത്ത് പരിശോധിച്ചാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തിയിരിക്കുന്നു. 42% പേർ തൊഴിലില്ലാത്തവരായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിലെ തൊഴിലില്ലായ്മയും വർദ്ധിക്കാൻ കാരണം ഈ അവിശുദ്ധ സഖ്യമാണ് എന്ന് നാം തിരിച്ചറിയണം. 2023 കണക്കെടുത്ത് പരിശോധിച്ചാൽ ആകെ 2023 നമ്മളെല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ സമ്പത്തിന്റെ, രാജ്യത്തിന്റെ ആകെ സമ്പത്തിന്റെ 22% പോയിരിക്കുന്നത് 10% വരുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും സമ്പന്നരായ ഒരു 10% കൈകളിലാണ് ആകുന്നു എന്ന് പറയുമ്പോൾ തന്നെ
നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള പാവപ്പെട്ടവരായ 50% വരുമാനം 13% 2022 കുറഞ്ഞിരിക്കുന്നു എന്നതുകൂടി കാണുമ്പോഴാണ് എന്താണ് ഈ കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടിന്റെ പ്രത്യാഘാതങ്ങൾ എന്ന് നാം തിരിച്ചറിയുന്നത്. 2 ഇന്ത്യയാണ് ഇവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്നും ഉള്ള ഒരു കണക്കുകൾ കൂടി പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ ഗാർഹികമായിട്ടുള്ള നമ്മുടെ സേവിങ്സിന്റെ നിക്ഷേപങ്ങളുടെ കണക്കെടുത്താൽ അത് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും താഴെ നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാൽ ഗാർഹികമായി എടുത്തിട്ടുള്ള ലോണുകളുടെ കണക്കെടുത്താൽ, വായ്പകളുടെ കണക്കെടുത്താൽ ആ വായ്പകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് 45% എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളുടെ വരുമാനം കൂടുന്നില്ല എന്ന് മാത്രമല്ല, കുടുംബങ്ങളുടെ നിക്ഷേപം കുറയുന്നു എന്ന് മാത്രമല്ല, പകരം എല്ലാ കുടുംബങ്ങളും കടമെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. സാർവത്രികമായ ഒരു തകർച്ചയിലേക്ക് നമ്മുടെ രാജ്യത്ത് പോവുകയാണ്. ഇതിന്റെ എല്ലാം ആകത്തുക എന്ന് പറയുന്നത് ദാരിദ്ര്യം കൂടാൻ പോവുകയാണ്, പട്ടിണി വർദ്ധിക്കുകയാണ്, അതുപോലെ തൊഴിലില്ലായ്മ വർദ്ധിക്കുകയാണ്. അങ്ങനെ അതിനോടൊപ്പം തന്നെ ഏറ്റവും ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിലക്കയറ്റവും കൂടി ഒരുമിച്ച് വരുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കുന്ന സാധാരണ മനുഷ്യരുടെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കാൻ കൂടിയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോരാടുന്നത് എന്ന് തിരിച്ചറിയേണ്ട ഒരു സന്ദർഭമാണ്. ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ അന്തസ്സ് തകർത്തെറിഞ്ഞ മോദിയുടെ 10 കൊല്ലക്കാലത്തെ അഴിമതി ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെടുത്തു കൂടിയായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. That's why when I said Modi government has turned out to be the most corrupt in independent India. Look at the case of the electoral bonds. The only political party in India which opposed the electoral bonds, both Rajiv and I were in the parliament at that time, and we moved amendments. They were carried in the Rajya Sabha. They were overturned in the Lok Sabha because of the BJP's majority. We were the only party that frontally opposed it. We declared that we will not accept electoral bonds, and the only national political party that did not take 1 paisa from the electoral bonds is the CPIM and CPIM alone. We petitioned the Supreme Court saying this is unconstitutional, this should be cancelled. The petition, finally, we succeeded in the Supreme Court, and people raised objections. Why is CPIM filing the petition? It's a political party. The Chief Justice in India is on record to say they have the locus standi CPM because they are the only party that did not accept electoral bonds and have opposed it. And with that, this petition was heard and it was finally declared unconstitutional. Now what does the finding show? That the BJP used 3 methods to amass money. First was the mafia-style extortion. You tell corporate companies, if you do not buy electoral bonds and donate to BJP, we will send the ED, the CBI, the IT after your companies. We will raid you and you will be arrested. So in order to protect themselves, they brought electoral bonds and gave it to the BJP. The second category was those who were told, you buy electoral bonds, donate to BJP, you will get the ports, airports, you will get the seaports, and all the deals that were being made. Those deals were being done on the basis of how much they contributed through electoral bonds to the BJP. This is the deal-making quid pro quo. The third method, most dangerous, was money laundering. Many firms have shown now they have bought thousands of rupees worth of electoral bonds, thousands of crores of rupees worth electoral bonds, when their company balance sheet has shown that they were making losses. How do loss-making companies get money to buy electoral bonds in thousands of crores? Where is this money coming from? Is this foreign money? Is this money connected with international drug trade? Is this money connected with international illegal activities? This is a serious danger to country's national security. These are the 3 methods through which 10,000 crores nearly were collected by the BJP through the electoral bonds, and this way they legalized political corruption. And that is why today the ED and the CBI does not pursue the cases of money laundering because they contributed to BJP. They pursue or they target and attack opposition leaders and opposition parties, divide opposition parties, take horse trading. You buy MPs and MLAs
into the BJP and thereby topple elected governments and destroy democracy. So it's not only the most corrupt government, it's the government that weaponizes the investigative agencies to destroy democracy. That is why this government has to go, and for that, the people of Kerala will have to show the way. തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ ഒരു പൊതുചിത്രം പരിശോധിക്കാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് ബോണ്ട് ആദ്യമായി നിയമമുണ്ടാക്കാൻ വേണ്ടി പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ, രാജ്യസഭയിൽ കൊണ്ടുവന്നപ്പോൾ ഞാനും സഖാവ് രാജീവും രാജ്യസഭയിലുണ്ട്. ഞങ്ങൾ ഇരുവരും ഭേദഗതികൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇടത് പാർട്ടികൾ ഭേദഗതികൾ കൊടുത്തു. രാജ്യസഭയിൽ ഞങ്ങൾ അതിനെ പരമാവധി തടഞ്ഞു നിർത്തി. പക്ഷെ ലോക്സഭയിലെത്തിയപ്പോൾ BJPയുടെ ഭൂരിപക്ഷം ഉപയോഗിച്ച് അവരത് നിയമമാക്കിയപ്പോൾ തന്നെ ഞങ്ങൾ ഇതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാണിച്ചതാണ്. ഞങ്ങൾ അവിടെ വെറുതെ ഇരുന്നില്ല. പാർലമെന്റിലെ പോരാട്ടത്തിന് ശേഷം ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ആ കേസ് വളരെ താല്പര്യപൂർവ്വം ഉത്സാഹപൂർവ്വം കേൾക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഞങ്ങൾ CPIM ഈ കേസുമായി പോകുമ്പോൾ CPIM ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് സ്വീകരിക്കില്ല എന്ന് പറയുക മാത്രമല്ല, ഞങ്ങൾ 1 രൂപയും സ്വീകരിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അത് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് സുപ്രീം കോടതി ആ കേസ് കേൾക്കുകയും അവസാനം എല്ലാ വാദങ്ങൾക്ക് ശേഷം അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തത്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ ഇതൾ വിരിയുന്നത് എന്ന് നമ്മൾ കാണണം. ജനാധിപത്യത്തെ എങ്ങനെയാണ് BJP 5-10 കൊല്ലം കൊണ്ട് ദുർബലപ്പെടുത്തിയത് എന്നും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിലേറ്റവും ആദ്യത്തെ കാര്യം, നേരെ ചെന്ന് മാഫിയകളെ പോലെ, കൊള്ള സംഘത്തിനെ പോലെ കമ്പനികളെയും സ്വകാര്യ കമ്പനികളെ പേടിപ്പിക്കുന്നതാണ് ആദ്യത്തെ മാർഗമെന്ന് പറയുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് പണം തന്നില്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും ഉണ്ടാകും, നിങ്ങൾ തന്നെ ജയിലിൽ പോകും. സ്വാഭാവികമായും സ്വകാര്യ മുതലാളിമാരത് പേടിച്ചിട്ട് അവർ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ സ്വീകരിച്ചു. ഇതാണ് ആദ്യത്തെ അവരുടെ മാർഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിന്റെ സമ്പത്തിനെ മുഴുവനും തീരെഴുതി ഈ സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തിട്ട് ബോണ്ടുകൾ വാങ്ങുക എന്ന സമീപനമാണ്. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ വിമാനത്താവളങ്ങളും അതുപോലെ തന്നെ തുറമുഖങ്ങളും ഒക്കെ ഞാൻ സൂചിപ്പിച്ചതുപോലെ BJP വിൽപ്പനയ്ക്ക് വെച്ചത്. കൂടുതൽ BJPക്ക് തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയ കമ്പനികൾക്ക് അവർ കൂടുതൽ ആനുകൂല്യങ്ങളും കൂടുതൽ സമ്പത്തും കൈമാറുകയാണ് രണ്ടാമത്തെ മാർഗത്തിലേക്ക് ചെയ്തത്. മൂന്നാമത്തെ മാർഗം ഇതിനേക്കാളെല്ലാം അപകടകരമായ മാർഗമാണ്. അത് നഗ്നമായ ചൂതാട്ടമാണ്. അതിനെയാണ് ഇംഗ്ലീഷിൽ മണി ലോണ്ടറിങ് എന്ന് പറയുന്നത്. നഗ്നമായ ചൂതാട്ടം. അതെങ്ങനെയാണ്? ആയിരക്കണക്കിന് കോടി രൂപ ചില കമ്പനികൾ BJPയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയിരിക്കുന്നു. പക്ഷെ ആ കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് പരിശോധിക്കുമ്പോൾ ആ കമ്പനികൾ ഒരു ലാഭവും, ആ വർഷത്ത് പ്രവർത്തന ലാഭം ഇല്ലാത്ത കമ്പനികൾ പോലും തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങി BJPക്ക് കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ആക്ഷേപം ഉന്നയിക്കുന്നത്, ഈ കമ്പനികൾ സത്യത്തിൽ എന്ത് പ്രവർത്തനമാണ് രാജ്യത്ത് നടത്തുന്നത്? അവർ നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നുണ്ടോ? കള്ളക്കടത്ത് നടത്തുന്നുണ്ടോ? അവർ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ടോ എന്ന് ഇതേവരെ പരിശോധിച്ചിട്ടുണ്ടോ? അല്ലാതെ എങ്ങനെയാണ് നഷ്ടത്തിലോടുന്ന കമ്പനികൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ ബോണ്ടുകൾ, BJPയുടെ ബോണ്ടുകൾ വാങ്ങിയിട്ടുള്ളത്? 10,000-കണക്കിന് കോടി രൂപയുടെ ബോണ്ടുകൾ, തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ BJPയുടെ അക്കൗണ്ടിലേക്ക് വന്നതിന് പിന്നിൽ ഇത് തന്നെയാണ് കാരണം. ഇത് രാജ്യസുരക്ഷയ്ക്കെതിരാണ്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ നിലയിലുമുള്ള നമ്മുടെ സംവിധാനങ്ങൾക്കും എതിരായ ഒരു പ്രവർത്തനമാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടുകളിലൂടെ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് MP-മാരെയും MLA-മാരെയും വിലയ്ക്ക് വാങ്ങുന്നത്. അതുകൊണ്ട് രാജ്യവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്ന BJPയെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നതിന്റെ കാരണം, ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് രാജ്യ താല്പര്യങ്ങൾക്കെതിരായി പ്രവർത്തിച്ചിട്ടുള്ള BJP ഗവൺമെന്റിനെ നമുക്ക് പുറത്താക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറണം. ആ തെരഞ്ഞെടുപ്പിൽ കേരളം ഒരു മാർഗം സ്വീകരിക്കണം. കേരളം ഇന്ത്യക്ക് ശരിയായ പാത കാണിച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. The other danger, which all of you from Kerala must understand, is that you have been facing this danger way back from 1957. And that is the attacks on the rights of the state and destruction. When people say, why is the CPI not attacking the why Narendra Modi stop all the idea over here? They don't even understand that the biggest attack against the government in Kerala has been mounted by the center by denying the Kerala state government legitimate means of borrowing in order to meet
financial needs of the state. They are using the central authority in order to encroach upon the rights of the states, misusing the office of the governor in order to destabilize an democratically elected government. And in this way, the attacks on federalism, the worst expression you can find anywhere in the country is in Kerala. Kerala had to go to the Supreme Court to get some relief on financial matters. The Tamil Nadu government had to go to the Supreme Court. The West Bengal government had to go to the Supreme Court on how the laws are being misused. That is why we need to defeat the government capacity of the federal content. In order to convert India into a Hindutva, fascistic Hindutva Rashtra, they need a unitary state. That means destroy federalism and all authority and power in the center. That is to implement the RSS slogan of one country, one language, one culture. That is what they want to impose in India. That has to be resisted. നോക്കൂ, കേരളം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അത് 1957 മുതൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾക്ക് മേലെയുള്ള കേന്ദ്രത്തിന്റെ ഒരു ആക്രമണമാണ്. 1957 മുതൽ മലയാളികൾ ഇത് അറിയുന്നുണ്ട്. ഫെഡറലിസത്തിന് BJP എപ്പോഴും എതിരാണ്. കോൺഗ്രസ് ചോദിക്കുന്നത് എന്താണ്, CPIയും ഇടതുപക്ഷവും എന്തുകൊണ്ടാണ് BJPയോട് ഒരു തണുപ്പൻ സമീപനം സ്വീകരിക്കുന്നത്? BJP ഗവൺമെന്റ് കേരളത്തോട് തണുപ്പൻ സമീപനം, വലിയ ആക്രമണമൊന്നും നടത്താത്ത സമീപനം സ്വീകരിക്കുന്നു എന്ന തെറ്റായ കാര്യം അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനമുണ്ടെങ്കിൽ അത് ഈ കൊച്ചു കേരളമാണ് എന്ന് ഈ രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നിങ്ങളുടെ ന്യായമായ പ്രവർത്തന പദ്ധതികൾ നടത്താനുള്ള, വായ്പ എടുക്കാനുള്ള നിങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ പോലും കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ അതിന് അനുവാദം നൽകാതിരിക്കുകയും നിങ്ങളുടെ സംസ്ഥാന ഗവൺമെന്റ് ചില സന്ദർഭങ്ങളെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്നതിനുള്ള കാരണം അതാണ്. ഗവർണറുടെ ഓഫീസിനെ ഉപയോഗിച്ചുകൊണ്ട് തികച്ചും ജനാധിപത്യ വിരുദ്ധമായി സംസ്ഥാനത്തെ സർക്കാരിന് മേലെ കടന്നു കയറാനും സംസ്ഥാന സർക്കാരിന്റെ അവകാശങ്ങൾക്ക് മേൽ ഇടപെടാനും കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് ശ്രമിക്കുകയാണ്. ഇത് കേരളത്തിന് ശേഷം തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് തമിഴ്നാടും പശ്ചിമ ബംഗാളും എല്ലാവരും കേരളത്തെ പോലെ തന്നെ ഈ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും കോടതിയിൽ ഉൾപ്പെടെ പോകാൻ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം ഇതാണ്. അത് RSSന് വളരെ വ്യക്തമായി എന്ത് ചെയ്യണം എന്ന കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ്. അവർക്കറിയാം, അവരാഗ്രഹിക്കുന്ന ഒരു ഹിന്ദുത്വ രാജ്യം, ഒരു ഫാസിസ്റ്റ് ഹിന്ദുത്വ രാജ്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണമെങ്കിൽ തകർക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. അവർക്കൊരു ഏകാധിപത്യപരമായ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് കൂടുതൽ കേന്ദ്രീകരണ സ്വഭാവമുള്ള ഒരു ഭരണഘടന ഉണ്ടാക്കണം. കേന്ദ്ര ഗവൺമെന്റിന് കൂടുതൽ അവകാശങ്ങൾ ഉണ്ടാകണം. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പതുക്കെ പതുക്കെ കുറച്ചു കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ സമീപനങ്ങൾ സ്വീകരിക്കുന്നത് എന്നറിയണം. ഒരു ഫാസിസ്റ്റ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ഏക സംസ്കാരം, ഏക ഭാഷ, ഏക മതം എന്നെല്ലാം പറയുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാനങ്ങളെ തന്നെ അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ BJPയെ പരാജയപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകണം. So therefore today, when the BJP and the UDF here speak the same language against the LDF government in Kerala, against the Chief Minister, and what is worse is they are actually demanding the arrest of the Chief Minister. In this situation, the people of Kerala have to give a befitting answer. As I said, from 57 you have been showing the way to the people of India that in a political situation, political crisis, what is the way forward? Today that way forward has to be shown by Kerala. What is required today is an alternative secular government at the center. Whoever heads the government, one thing that is imperative is the left has to be strong. It is only when the left is strong you stop these parties from vacillating and compromising. What the Congress has been doing all along, that their fight against Hindutva is through soft Hindutva. The fight against Hindutva is through pale saffron. I am a better Hindu than you. That is the Congress answer to the BJP. If the BJP talks of the Ram temple, the Congress Chief Minister in Chhattisgarh talks of the Sita temple. And this way, the way they go on compromising with communal forces, if that has to be checked, if that vacillation has to be checked, a stronger left is necessary. A stronger left is also necessary
in order to force that government to implement pro-people's policies. You saw it in 2004 when the left with its strength could enforce the implementation of the urban employment guarantee, of the right to information, the right to food security, the right to education, the right of the tribals to their forest lands and forest produce. All these rights, which were not rights earlier, they were achieved because of the strength of the left. And at that election in 2004, the people of Kerala elected 18 LDF MPs out of the 20. And it was that strength that gave the character to the government at Delhi that could implement pro-people policies and at the same time remain steadfastly against communal forces in defense of secular democratic character of India and its constitution. That is what is required now. That is my appeal to you. When I ask for you to vote for our professor here, it is not only for the professor, as I said earlier, but it is to strengthen the left and its strength in parliament so that the country is not only saved, but it is changed in a better manner towards a pro-people policy orientation. And that is my appeal to the people of Kerala today. BJPയും UDFും നോക്കൂ, ഒരേ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ ഒരേ ഭാഷയിൽ അവർ സംസാരിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് രണ്ടുപേരും ഒരുപോലെ ആവശ്യപ്പെടുകയാണ്. ഈ സന്ദർഭത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, 1957 മുതൽ കേരളത്തിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം രാഷ്ട്രീയമായ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ നേരിടുമ്പോൾ കേരളം രാജ്യത്തിന്റെ നേതാവായി മാറാറുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഒരേ ഭാഷയിൽ സംസാരിക്കുന്ന ഈ രണ്ട് പാർട്ടികൾക്കും ചുട്ട മറുപടി കൊടുക്കാൻ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഈ നാട് കേരളം തീർച്ചയായും ഉയർന്നു വരും എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. ഇവിടെ ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് ഉണ്ടാകണം. ആ മതനിരപേക്ഷ ഗവൺമെന്റ് ഉണ്ടാകുമ്പോൾ ആ മതനിരപേക്ഷ ഗവൺമെന്റിന്റെ സ്ഥാനത്ത് അതിനെ സംരക്ഷിക്കാൻ കൂടുതൽ ശക്തമായ ഒരു ഇടതുപക്ഷവും ഉണ്ടാകണം. കാരണം മൃദു ഹിന്ദുത്വം കൊണ്ട് ഹിന്ദുത്വ വർഗീയതയെ തോൽപ്പിക്കാൻ കഴിയും എന്ന തെറ്റിദ്ധാരണയിലാണ് ഇപ്പോഴും കോൺഗ്രസ്. മങ്ങിയ കാവി കൊണ്ട് കരുതുന്നത് മണ്ടത്തരമാണ്. അതുകൊണ്ടാണ് രാമക്ഷേത്രത്തെക്കുറിച്ച് BJP പറയുമ്പോൾ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് സീതയുടെ ക്ഷേത്രത്തെക്കുറിച്ചാണ്. അങ്ങനെ ഒരിക്കലും നമുക്ക് വർഗീയതയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയും കേരളം നേരത്തെ ഒരു മാതൃക കാണിച്ചതാണ്. 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 18 MPമാരെ കേരളം പാർലമെന്റിലേക്ക് അയച്ചു. 18 ഇടതുപക്ഷ MPമാരെ. ആ 18 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MPമാർ പാർലമെന്റിൽ വന്നപ്പോൾ ഒട്ടേറെ ജനോപകാരപ്രദമായ നിയമനിർമ്മാണങ്ങൾക്ക് ആ ഗവൺമെന്റ് സാക്ഷ്യം വഹിച്ചു. അതിൽ ഒന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. നമ്മുടെ ആദിവാസികളായിട്ടുള്ള ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടി പാസാക്കിയ നിയമം, തൊഴിലുറപ്പ് നിയമം ഉണ്ടായത് അങ്ങനെയാണ് എന്ന് നമ്മൾ മറക്കരുത്. ഭൂമി ഏറ്റെടുക്കൽ നിയമം ഉണ്ടായത്, അതിൽ ഒരു ഭേദഗതി വന്നത് അങ്ങനെയാണ്. വിവരാവകാശ നിയമം ഉണ്ടായത് അങ്ങനെയാണ്. അതുകൊണ്ട് ജനോപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു ഗവൺമെന്റായി ആ സർക്കാരിനെ മാറ്റിയതിന് പിന്നിൽ ഞാൻ അഭിമാനത്തോടു കൂടി നിങ്ങളോട് പറയുകയാണ്, അതിന് കാരണക്കാർ നിങ്ങളായിരുന്നു. കാരണം നിങ്ങളാണ് 18 MPമാരെ അന്ന് പാർലമെന്റിലേക്ക് അയച്ചത്. അതുപോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയെടുത്ത് കേരളത്തിൽ ഉണ്ടാകണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു പോരാട്ടമല്ല, കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഇന്ത്യ ഉണ്ടാകുന്നതിന് കൂടി വേണ്ടിയാണ്. സാധാരണ മനുഷ്യരുടെ വികാരങ്ങളും വിചാരങ്ങളും ഗവൺമെന്റിന്റെ നയസമീപനങ്ങളിൽ പ്രതിഫലിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാകുകയാണ്. ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് ഉണ്ടാകണം. ആ മതനിരപേക്ഷ ഗവൺമെന്റ് ചാഞ്ചാടാതിരിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരുമായി ഹിന്ദുത്വവാദികളുമായി സഖ്യമുണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം പാർലമെന്റിൽ ഉണ്ടാകേണ്ടതാണ്. കാരണം ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യമാണ് ആ പാർലമെന്റിൽ ഒരു ഗവൺമെന്റിനെ ചാഞ്ചാടാതെ മതനിരപേക്ഷ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്താൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ എന്ന പ്രത്യേകത ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് സാധാരണക്കാരുടെ അവകാശങ്ങൾ ഉറപ്പിച്ച് ആ സർക്കാരിനെ കൊണ്ട് ആ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ജനോപകാരപ്രദമായിട്ടുള്ള നടപടികൾ ആ സർക്കാരിനെ കൊണ്ട് സ്വീകരിപ്പിക്കണമെങ്കിലും ഇടതുപക്ഷത്തിന്റെ കൂടുതൽ കരുത്ത് പാർലമെന്റിൽ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു വിധിയെടുത്ത് കേരളത്തിൽ നിന്നും ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. So I am confident that
The people of Kerala this time, understanding the seriousness of the situation, the gravity of the situation, will rise to the occasion once again and show the way to the people of India that we require an alternative secular government, but with a stronger presence of the left, in order to ensure that this alternative government firmly upholds the constitution and democracy, and at the same time adopts policies that improve people's livelihood and welfare. So for achieving this objective, you will give the LDF candidates a resounding success, and from Chalakudi, Professor C. Ravindran will be our future Member of Parliament from your constituency, representing you as well as the state of Kerala and as well as the country of India, that he'll uphold our secular democratic character. With that confidence, I take leave of you. Thank you. And I thank you all. ഈ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും പ്രവർത്തിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ അവസരത്തിനൊത്ത് ഉയരും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യും എന്നെനിക്ക് ആത്മവിശ്വാസമുണ്ട്. കാരണം നമ്മുടെ ഭരണഘടനയെ ശക്തമായി തന്നെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം. ഒരു ഭാഗത്ത് അതിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ സ്വഭാവത്തെ നമുക്ക് നിലനിർത്താൻ കഴിയണം. അതിനോടൊപ്പം തന്നെ രണ്ടാമതായി അതിനോടൊപ്പം തന്നെ പ്രാധാന്യത്തോടു കൂടി ജനോപകാരപ്രദമായ സമീപനങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളം തീർച്ചയായും അങ്ങനെ തന്നെ ഉയർന്ന് ചിന്തിക്കും. അതുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തു നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ കൂടുതൽ പാർലമെന്റിലേക്ക് വരണം. നിങ്ങളുടെ ചാലക്കുടി മണ്ഡലത്തിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് തന്നെ ജയിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സഖാവ് സി രവീന്ദ്രനാഥ് പാർലമെന്റിൽ ഉണ്ടാകണം. ഇന്ത്യയുടെ ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ നിങ്ങളുടെ പ്രതിനിധിയായി, കേരളത്തിന്റെ പ്രതിനിധിയായി സഖാവ് രവീന്ദ്രനാഥ് ജയിക്കും എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളുടെ പിന്തുണ